ശ്രീ പി ജെ വിൻസെന്റ് തുടരുന്നുണ്ട്. ശ്രീ വിൻസെന്റ്, ഞാൻ ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയതാണ്. അതായത് റാവൽപിണ്ടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നതനുസരിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു മാസീവായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ഒരുപക്ഷെ ചോദിച്ചു വാങ്ങിയത്, കാരണം ഒരു നോൺ എസ്കലേറ്ററി അറ്റാക്ക് ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് മാത്രമായി മെഷേർഡ് എന്നൊക്കെ കൃത്യമായി ഇന്ത്യ അറിയിച്ചതാണ്. പാക് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഇങ്ങനെ ഒരു പ്രകോപനം അവർക്കിത് ചെയ്യാതിരിക്കാനാവില്ല എന്നൊരു സാഹചര്യത്തിലല്ലേ? തീർച്ചയായിട്ടും അതെ. താങ്കൾ സൂചിപ്പിച്ചതുപോലെ മെഷേർഡ്, നോൺ എസ്കലേറ്ററി, കാൽക്കുലേറ്റഡ്, പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കാണ് ഇന്ത്യ നടത്തിയത്. പക്ഷേ അത് സിവിലിയൻ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ LOC കേന്ദ്രീകരിച്ചിട്ട് മാരകമായ ഷെല്ലിങ്ങും വെടിവെപ്പുമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ 15 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിൽ 14 പേരും സിവിലിയന്മാരാണ്. അതുപോലെ പൂഞ്ച് സെക്ടറിൽ ഒരു ഗുരുദ്വാര ആക്രമിച്ചവിടെ 3 സിഖുകാർ മരണപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ രാത്രി തന്നെ അമൃത്സർ കേന്ദ്രീകരിച്ചും അതുപോലെ ഇന്ത്യൻ പഞ്ചാബിന്റെ അതിർത്തിയിൽ ഉടനീളം മിസൈൽ ആക്രമണത്തിനുള്ള ശ്രമം നടത്തുകയും അത് പൂർണ്ണമായി ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം തകർത്ത് കളഞ്ഞു എന്നുമാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. അത് മാത്രവുമല്ല, പാകിസ്ഥാനിൽ ആകട്ടെ ബോളൻ മേഖലയിൽ അവിടുത്തെ ബലൂജ് ലിബറേഷൻ ആർമി 14 ഒരു സൈനിക ട്രക്ക് വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് പൊട്ടിച്ചു കളയുന്നതിന്റെ ചിത്രം ഇപ്പോൾ വന്നു കഴിഞ്ഞു. 14 പാകിസ്ഥാൻ സൈനികർ അവിടെ മരണപ്പെട്ടിട്ടുണ്ട്, കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കറാച്ചിയിൽ ആക്രമണം ഉണ്ടായി. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ കണക്കാക്കുന്നത് റാവൽപിണ്ടിയാണ് പാക് സൈന്യത്തിന്റെ കേന്ദ്രം. അവരുടെ ഏറ്റവും സുരക്ഷിതമായ മേഖല എന്ന് കരുതുന്നത് റാവൽപിണ്ടിയാണ്. അപ്പോൾ ഈ റാവൽപിണ്ടിയിലെ മിസൈൽ വേധ സംവിധാനങ്ങളെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റി. അവിടെ നമ്മുടെയൊക്കെ ഡ്രോൺ ആക്രമണം എത്തി. കറാച്ചി പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരവും അവരുടെ സാമ്പത്തിക തലസ്ഥാനവുമാണ്. കറാച്ചി നമ്മളുടെ ഡ്രോൺ ആക്രമണത്തിന് വിധേയമായിരിക്കുന്നു. ലാഹോറിന്റെ പ്രതിരോധ സംവിധാനം മുഴുവൻ തകർത്ത് അതിപ്പോൾ ഒരു തുറന്ന നഗരമായി നിൽക്കുകയാണ്, ഒരു പ്രതിരോധവുമില്ലാതെ. അങ്ങനെ പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറാച്ചിയും റാവൽപിണ്ടിയും ലാഹോറും അടങ്ങുന്ന മഹാനഗരങ്ങൾ ഇന്ന് ഇന്ത്യയുടെ ഏത് അക്രമത്തെയും പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം തുറന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ട്രംപ് സൂചിപ്പിച്ചതുപോലെ ടിറ്റ് എ ടാറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പകരത്തിന് പകരം ഇനി നിങ്ങൾ നിർത്തിക്കോണം എന്നുള്ള ഒരു ദിശയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഇന്ത്യയുടെ കൗണ്ടർ റിട്ടാലിയേഷൻ, ഇന്ത്യക്ക് റിട്ടാലിയേഷനുള്ള റൈറ്റ് ഉണ്ട്. കാരണം നമ്മുടെ ഭൂമിയിൽ പാകിസ്ഥാനാണ് യുദ്ധം എത്തിച്ചത്. അത് ചെറിയ കാര്യമല്ല. അത് പാകിസ്ഥാനിലെ തീവ്രവാദികൾ പഹൽഗാമിലെ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞപ്പോൾ അത് ചോരപ്പുഴയായിട്ട് പാകിസ്ഥാനിൽ ഒഴുകി എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് ഇന്ത്യയുടെ റൈറ്റ് ആയിരുന്നു. അതേസമയം പാകിസ്ഥാൻ ഇതിനോട് പ്രതികരിച്ചത് ഇന്ത്യയുടെ സിവിലിയൻ കേന്ദ്രങ്ങൾ അറ്റാക്ക് ചെയ്തും ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യം വെച്ചുമാണ്. അതുകൊണ്ട് ഒരു പരിമിതമായ എസ്കലേഷൻ അപ്പുറത്തേക്ക് ഒരു പക്ഷേ ഇന്റർനാഷണൽ ബോർഡർ കേന്ദ്രീകരിച്ചും അതുപോലെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ലൈൻ ഓഫ് കൺട്രോൾ കേന്ദ്രീകരിച്ചും കൂടുതൽ ശക്തമായ അക്രമങ്ങൾ അതുപോലെ പ്രത്യാക്രമണങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുക. പക്ഷേ ഓൾ പാർട്ടി മീറ്റിംഗിൽ കിരൺ റിജ്ജു സൂചിപ്പിച്ച കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ഈ 25 മിനിറ്റിനുള്ളിൽ 24 മിസൈൽ സ്ട്രൈക്ക്, അത് സ്കാൽപ്പ് മിസൈലുകളും ഹമ്മർ ബോംബുകളും 9 ടെററിസത്തിന്റെ കേന്ദ്രങ്ങളെ, ലോഞ്ച് പാഡുകളെ പൂർണ്ണമായി തകർത്ത് കളഞ്ഞു. അതോടുകൂടി നിൽക്കുന്ന ഒന്നല്ല ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ ഈസ് ഓൺ ഗോയിങ് എന്ന കൃത്യമായിട്ടുള്ള മെസ്സേജ് കിരൺ റിജ്ജു നൽകിയത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം നമ്മുടെ സൈന്യത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ കിട്ടുന്ന വിവരം വെച്ച് ഓപ്പറേഷൻ സിന്ദൂർ ഈസ് ഓൺ ഗോയിങ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സൈനിക നടപടി പൂർണ്ണമായി അവസാനിച്ചു എന്ന് കരുതാൻ സാധിക്കില്ല. അത് അവസാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം പാകിസ്ഥാന് മാത്രമാണ്. പാകിസ്ഥാൻ പ്രകോപനവും അക്രമവും നിർത്തിക്കഴിഞ്ഞാൽ ഈ ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയും അവസാനിക്കും. പക്ഷേ നിരന്തരമായി ഇന്ത്യൻ ലക്ഷ്യങ്ങളെ, അത് സൈനിക ലക്ഷ്യങ്ങളെ മാത്രമല്ല. പക്ഷേ പാകിസ്ഥാൻ ഇതല്ലാതെ വേറെ നിവർത്തിയില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പിന്നെ ഇതിനിടയിലൂടെ പാക് സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നു. അവിടെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ അത്രയേറെയുണ്ട്. അപ്പോൾ
ഇതിനൊക്കെ മറുപടി നൽകാതെ നിന്നാൽ ഒരുപക്ഷെ സൈന്യത്തിന്റെ നിലനിൽപ്പ് തന്നെ വെല്ലുവിളിയിലാകുമെന്ന് അസീം മുനീറിന് തീർച്ചയായും അറിയാം. അസീം മുനീറിനെ പോലെ ഒരുപക്ഷെ ഒരു എടുത്തുചാട്ടക്കാരനായ സൈനിക മേധാവിയുടെ കീഴിൽ ഇനിയും ഇത്തരം ദുർബുദ്ധി പാകിസ്ഥാന് തോന്നുകയാണെങ്കിൽ അത് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും അതെ. അല്ല, ഇതിപ്പോ തിരിച്ചടിക്കുക എന്നത് പാകിസ്ഥാന് അനിവാര്യമാണ് എന്നതിനേക്കാൾ പ്രധാനം ഈ യുദ്ധം ഉണ്ടാക്കിയത് തന്നെ, പഹൽഗാം ഉണ്ടാക്കിയത് തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് നഷ്ടപ്പെട്ട മുഖം തിരിച്ചു പിടിക്കുന്നതിന് അനിവാര്യമായിരുന്നു എന്നിടത്താണല്ലോ പ്രശ്നം. യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ നടത്തിയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക്, ആ സ്ട്രൈക്കിനോട് അത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ മുറയിൽ തകർത്തു, അതുകൊണ്ട് തിരിച്ചടി അനിവാര്യമാണ് എന്നതിനേക്കാൾ പ്രധാനം എന്തുകൊണ്ട് പഹൽഗാം ഉണ്ടായി എന്നുള്ളതാണ്. അതായത് പാക് താലിബാൻ നിരന്തരമായി നടത്തുന്ന ആക്രമണങ്ങൾ, അതുപോലെ ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ പധാനികൾ പാക് ദേശീയതയ്ക്കെതിരായി അണിനിരക്കുന്ന സാഹചര്യം, ബലൂജ് ലിബറേഷൻ ആർമി നടത്തുന്ന നിരന്തരമായ സംഘർഷങ്ങൾ, സാമ്പത്തിക തകർച്ച, ഇതെല്ലാം മൂലം പാകിസ്ഥാനികൾക്ക് പാകിസ്ഥാൻ സൈന്യത്തിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ പഴയ ഈ ഹിന്ദു മുസ്ലിം സംഘർഷത്തിന്റെ പശ്ചാത്തലവും ജിഹാദിസവും ഒക്കെ ഒരിക്കൽ കൂടി പറഞ്ഞ് സൈന്യത്തിന്റെ അപ്രമാദിത്വം ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണല്ലോ പഹൽഗാമിലെ ചോരപ്പുഴയായി മാറിയത്. അപ്പോൾ അത് പാകിസ്ഥാൻ എരന്നു വാങ്ങിയതാണിത്. അത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഒരു സംഘർഷവും ഇല്ലാത്ത സാഹചര്യത്തിൽ 26 നിരപരാധികളുടെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ പട്ടാള മേധാവി, അദ്ദേഹത്തിന്റെ ഏപ്രിൽ 14 പ്രസംഗം തന്നെ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ജിഹാദി ജനറൽ എന്നാണ് അറിയപ്പെടുന്നത്. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഒത്തിരി സൈനിക മേധാവികൾ ഉണ്ടായിട്ടുണ്ട്, അവർ ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ വർഗീയത പറയുന്ന ഒരു ജനറൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അവര് പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ത്യ എന്ന രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യട്ടെ, അത് സ്വാഭാവികമാണ്. ശത്രു രാജ്യം എന്ന നിലയിൽ ചിലപ്പോൾ യുദ്ധം ചെയ്യും. പക്ഷേ ഇവിടെ കൃത്യമായി വർഗീയത പറഞ്ഞ്, മതപരത പറഞ്ഞ്, ജിഹാദിസത്തിന്റെ ഭീകരതയുടെ ആശയങ്ങൾ ഹഫീസ് സയ്യിദോ അല്ലെങ്കിൽ ലഖ്വിയോ അല്ലെങ്കിൽ മസൂദ് അഷ്റഫോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ പറയട്ടെ, കാരണം അവർ ഭീകര സംഘങ്ങൾ നടത്തുന്ന ആളാണ്. പക്ഷെ പാകിസ്ഥാന്റെ ഒരു സൈനിക മേധാവി ഇത് പറയുക എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ പവറാണത്. അത് അത്ഭുതകരമാണ്. ആ രൂപത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഈ അസീഫ് മുനീർ എന്ന് പറയുന്ന ജിഹാദി ജനറൽ പാകിസ്ഥാനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ദുരന്തമാണെന്ന് പാകിസ്ഥാൻ അനുഭവിക്കുന്നത്, ഇന്ത്യ ഇപ്പൊ അനുഭവിക്കുന്നത്. ഇന്ത്യക്കും അത് വലിയ പ്രതിസന്ധിയാണല്ലോ. നമുക്ക് നമ്മുടെ എത്രയോ വിലപ്പെട്ട ജീവനുകൾ ഇതിനൊക്കെ നഷ്ടപ്പെട്ടു. ഈ പൂഞ്ച് സെക്ടറിലൊക്കെ കഴിഞ്ഞ ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരത, സിവിലിയൻസിന് നേരെയുള്ള ആക്രമണം, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വരുമ്പോൾ നമുക്കത് കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല. ഇന്നത്തെ വാർത്താക്കുറിപ്പിൽ PIB പ്രത്യേകം അതും പരാമർശിക്കുന്നത് ശ്രദ്ധേയമാണ്. ഒരു പക്ഷേ ആ തരത്തിൽ കൂടി ഒരു തിരിച്ചടി ഇനി അധികം വൈകില്ല. ഇത്രയും നാൾ ഇന്ത്യ ആ പ്രകോപനങ്ങൾക്ക് വളരെ സമവായത്തോടെ, സംയമനത്തോടെ മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കില്ല എന്നതുകൂടിയല്ലേ ആ വാർത്താക്കുറിപ്പിൽ അവസാന വാചകങ്ങൾ സൂചിപ്പിക്കുന്നത്? അല്ല, ഇതപര്യന്തം ഉണ്ടായിട്ടുള്ളത് അടിക്ക് തിരിച്ചടി കൊടുത്തു എന്നത് മാത്രമാണല്ലോ. മാരകമായി ഇന്ത്യ മുറിപ്പെട്ട സമയത്ത് നമ്മൾ അതിന് പകരം ചോദിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിനെല്ലാം കാരണക്കാരായ ആളുകളെ തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി, പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു രീതി ഇന്ത്യക്കുണ്ടായിട്ടില്ലല്ലോ. എക്കാലത്തും ഭാരതം റിസീവിംഗ് എൻഡിലല്ലേ. എക്കാലത്തും അടി വാങ്ങിച്ചതിന് ശേഷം മാത്രമല്ലേ തിരിച്ചു കൊടുത്തിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഏതെങ്കിലും കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ടോ? ലോകത്തിലുള്ള ഏതെങ്കിലും രാജ്യത്ത് ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ടോ? 1947 ശേഷം സ്വതന്ത്ര ഇന്ത്യ ഒരു രാജ്യത്തെയും ഇന്ത്യ ആക്രമിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് യഥാർത്ഥത്തിൽ ദൗർബല്യമായി മാറിയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 21ാം നൂറ്റാണ്ടിലെ 2 ദശാബ്ദമെടുത്താൽ 2021 പാർലമെന്റ് ആക്രമണം മുതൽ 2025 ഇത്രയും കാലം ഇന്ത്യ അതിനെല്ലാം ക്ഷമയോടെ, സഹനബുദ്ധിയോടെ കാത്തിരുന്നെങ്കിൽ ഇനി ചിലപ്പോൾ അത് ഉണ്ടാവില്ല. തിരിച്ചടിക്കേണ്ടി വന്നതാണ്, തിരിച്ചടിപ്പിച്ചതാണ് എന്ന് തന്നെ കൃത്യമായി പറയാം. വളരെ നന്ദി ഡോക്ടർ PJ വിൻസെന്റ്. അല്പസമയത്തിനകം നമ്മൾ പ്രതിരോധ മന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട്.